വടക്കാഞ്ചേരി അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്നും സഹകരണ സംഘം രജിസ്റ്റർ അവറുകളുടെ 18/24 സർക്കുലർ നിർദ്ദേശപ്രകാരം വായ്പാ കുടിശ്ശിക ആയവരിൽ ആർബിക്ഷൻ, എക്സിക്യൂഷൻ കേസുകൾ ആയ വായ്പകൾക്ക് സർക്കുലറിന് വിധേയമായി പലിശ ഇളവുകൾ നൽകി വായ്പ പലിശയടച്ച് പുതുക്കുന്നതിനും ഒറ്റത്തവണ അടച്ചു തീർക്കുന്നതിനും അവസരം ആയതിന്റെ ഭാഗമായി സംഘത്തിൽ 9/7/2024 ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് സംഘത്തിൽ വെച്ച് അദാലത്ത് നടത്തുന്നു. എല്ലാ മാന്യ ഇടപാടുകാരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. എനിടൈം ന്യൂസിൻ്റെ വികസന വഴിയിലൂടെ വടക്കാഞ്ചേരി നഗരസഭ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് വടക്കാഞ്ചേരി നഗരസഭയിലെ 8ാം ഡിവിഷനിലാണ്. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് വടക്കാഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, ഡിവിഷൻ കൗൺസിലർ കൂടിയായ SAA ആസാദിക്കാണ്. ആസാദിക്ക ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഡിവിഷനിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എല്ലാ എനിടൈംസ് പ്രേക്ഷകർക്കും നമസ്കാരം. വടക്കാഞ്ചേരി നഗരസഭയിലെ 8ാം ഡിവിഷനിലെ കൗൺസിലറാണ് ഇപ്പോൾ ഞാൻ. എന്നാലും ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഞാൻ 88 മുതൽ പഞ്ചായത്തായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വാർഡിനെ വിഭജിച്ചുണ്ടായ ഒരു പ്രദേശമാണ് റെയിൽവേ ഡിവിഷൻ എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, പോരായ്മകളെ സംബന്ധിച്ച് വളരെ ദീർഘകാലം അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്തും പ്രസിഡൻ്റായിരുന്ന സമയത്തും ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, വികസനമില്ലാതെ കിടന്നിരുന്ന മേഖലയെ, അവികസിതമായി കിടന്നിരുന്ന മേഖലയെ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഒരുപാട് റോഡായാലും വൈദ്യുതി ആയാലും കുടിവെള്ളമായാലും മറ്റ് സൗകര്യങ്ങളോ പശ്ചാത്തല സൗകര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാക്കിയൊരു പ്രദേശമാണ് 8ാം ഡിവിഷൻ. ഈ 8ാം ഡിവിഷനിലെ കൗൺസിലറായി ഞാൻ വരുമ്പോൾ റോഡുകളുടെ കാര്യത്തിൽ റോഡുകളായിരുന്നു ഈ ഡിവിഷനിലെ ഏറ്റവും ഒരു ശാപമായി നിന്നിരുന്നത്. ആ ശാപം ഉണ്ടായിരുന്ന റോഡുകളിൽ നിന്ന് അതിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരു കഠിനാധ്വാനം തന്നെ ഈ റോഡുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ വിഷമകരമായൊരു കാലഘട്ടമായത്. കാരണം ഫണ്ടില്ലാതെ നഗരസഭയിലെ കൗൺസിലർമാർക്ക് ആകെ കിട്ടുന്നത് ഒരു വർഷത്തിൽ 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം രൂപ കിട്ടുമ്പോൾ 1.5 കോടി രൂപ ചെലവ് വരുന്ന ഒരു റോഡിന് 5 ലക്ഷം കിട്ടിയാൽ എവിടെയാണ് പൂർത്തിയാക്കാൻ പറ്റുക എന്ന ഒരു ചോദ്യചിഹ്നം മുന്നിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തനം ഞാൻ ആരംഭിക്കാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഘട്ടം ഘട്ടമായുള്ള 4 വർഷം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഈ പ്രദേശത്തെ മുഖ്യമായി ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളായ ചരൽപ്പറമ്പ് MRS റോഡ്, റെയിൽവേ കോളനി കാട്ടിലങ്ങാടി റോഡ്, അവിടെ കുന്നത്തുപീടിയ റോഡ്, RLGP റോഡ് പോലെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എല്ലാ ആളുകൾക്കും അവരുടെ വീടുകളിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട റോഡായിരുന്നു കാട്ടിലങ്ങാടി റെയിൽവേ കോളനി MRS റോഡ്. ആ MRS റോഡിൻ്റെ പകുതി വരെ ജനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MRS സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 1.5 കോടി രൂപയുടെ പദ്ധതിക്ക് കിട്ടുന്നത് കേവലം 6 ലക്ഷം രൂപയാണ്. അപ്പോൾ 6 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ് നിന്നുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂർത്തിയാക്കേണ്ടതാണ്. പൂർത്തിയാക്കാൻ കിട്ടേണ്ട സാമ്പത്തിക സ്ഥിതി കിട്ടുമ്പോൾ അതനുസരിച്ച് അത് പൂർത്തിയാക്കണം. പിന്നെ ചെറിയ റോഡുകളാണ്. അങ്ങനെ ഒരു 40 ലക്ഷം രൂപയോളം ഈ 4 വർഷക്കാലത്തെ പദ്ധതി കൊണ്ട് വിവിധ പദ്ധതികളായി നമുക്ക് റോഡുകളുടെ കാര്യത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാട്ടിലങ്ങാടി റോഡ്, ഡിവിഷൻ 8ലേക്കുള്ള യാത്രയുടെ ആരംഭം. നമുക്ക് ഈ റോഡിനെ കുറിച്ച് വിശദ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ റോഡ് ഇങ്ങനെയാവാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ റോഡ് വാഹനങ്ങൾക്കും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ കൗൺസിലറായിട്ട് വരുന്നത്. മുൻകാലത്തെ കൗൺസിലർ ഉത്സാഹിച്ചില്ല എന്നോ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. അന്ന് അവർക്ക് അനുവദിക്കപ്പെട്ട ഫണ്ട് കൊടുക്കാതെ തനത് ഫണ്ടുകൾ വെച്ച് ഈ പണിയെ 10 വർഷക്കാലം നീട്ടിപ്പിടിച്ചു എന്നുള്ള ഒരു ദുഃഖകരമായൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ വിജയിച്ചു വന്നു. 2020 വിജയിച്ചു വന്ന ആദ്യ പ്രപ്പോസൽ
ഈ കാട്ടിലങ്ങാടിക്കാണ് മുൻഗണന കൊടുത്തത്. കാരണം ഏറ്റവും ശോചനീയമായ സ്ഥിതിയായിരുന്നു. കാരണം റെയിൽവേ കോളനി ചരൽപ്പറമ്പ് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ബൈപ്പാസ് റോഡാക്കി MRS റോഡിൻ്റെ പത്താങ്കൽ പാലക്കാട് MRS റോഡിനെ ബൈപ്പാസ് ആക്കിയപ്പോൾ എല്ലാ വാഹനങ്ങളും ഈ വഴിയാണ് പോയിരുന്നത്. അതുകൊണ്ട് കാട്ടിലങ്ങാടിക്കാർ റോഡില്ലാതെ മേൽപ്പാലത്തിൽ വന്നേക്കുമ്പോൾ റെയിലിനെ ക്രോസ് ചെയ്തിട്ടാണ് കടന്നിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ ഇത് വളരെ ശോചനീയമായ മഴക്കാലത്ത് കുണ്ടും കുഴിയുമായി കിടക്കുന്നൊരു ശോചനീയാവസ്ഥയായിരുന്നു. ഈ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യഘട്ടത്തിലെ പ്രവർത്തനം ഇവിടേക്കാണ് ഊന്നൽ നൽകിയത്. ഡിവിഷൻ്റെ ആരംഭമാണ് ഊന്നൽ നൽകിയത് ഈ പ്രദേശത്തേക്കാണ്. ആ ഫണ്ട് ഈ ഇൻ്റർലോക്ക് ഇത് വളരെ നിർബന്ധമായൊരു ഇൻ്റർലോക്ക് അവർ കോൺക്രീറ്റ് വേണമെന്നൊക്കെയാണ് ആഗ്രഹിച്ചതെങ്കിലും ഫണ്ടിൻ്റെ ഇത് കുറവുണ്ട്. ഈ റോഡ് ടാറിങ്ങും ഒരു 500ഓളം മീറ്റർ വരുന്ന ഈ റോഡും ഈ 157 മീറ്റർ വരുന്ന ഈ ഇൻ്റർലോക്കും ചെയ്യാനായിട്ട് ഒരു 8 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇതിൽ ആരംഭിച്ചിട്ടാണ് ആരംഭം കുറിച്ചത്. ഈ റോഡിൽ ഇതിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു റോഡായതുകൊണ്ട് അതിനാണ് ഏറ്റവും മുന്തിയ പരിഗണന. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ കാട്ടിലങ്ങാടി മേഖലയിലെ റോഡുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തീർന്നിട്ടുണ്ട്. പഴയ കൗൺസിലറുടെ ഞങ്ങളുടെ പഴയ മെമ്പറായിരുന്നു, ഇപ്പോൾ കൗൺസിലറായി. ഇത് 10 കൊല്ലമായിട്ട് നേരെയാവാണ്ട് ഞങ്ങളിവിടെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റോഡൊന്ന് നേരെയാക്കി കിട്ടാൻ. ഇപ്പോൾ റോഡൊക്കെ നന്നായി കിട്ടി. അതിനെ കൊണ്ട് ഉപകാരമുണ്ട്, നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി 8ാം ഡിവിഷനുകാരെ ഈ ഒരു സ്വപ്നമാണ് നിലനിൽക്കുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് വിശദീകരിച്ച് തരാമോ ഞങ്ങൾക്ക് വേണ്ടി? കാട്ടിലങ്ങാടിയിലൂടെ വടക്കാഞ്ചേരി പള്ളിയുടെ വക സ്ഥലത്ത് കൂടെയാണ് നമുക്കൊരു പുതിയ ബൈപ്പാസ്, അതായത് മേൽപ്പാലത്തിന് അപ്പുറത്ത് വന്ന് ചേരുന്ന തരത്തിലൊരു ബൈപ്പാസ് റോഡ് വേണമെന്നുള്ളൊരു 10 വർഷമായ നീണ്ട ആവശ്യമാണ്. റെയിൽവേക്കാർക്കും ഇതിൽ സമ്മതമായിരുന്നു. റെയിൽവേയുടെ സമ്മതത്തിൻ്റെ ഫലമായിട്ടാണ് റെയിൽവേ ഇപ്പോൾ നിലവിലുള്ള റോഡുകൾ വിട്ടുകൊടുക്കാനും നിലവിലുള്ള പഴയ ഗേറ്റ് അടച്ചിടാനുണ്ടായ സാഹചര്യമായില്ല. പള്ളിയിൽ നിന്ന് സ്ഥലം കിട്ടണം. അവർ സ്ഥലം വിട്ടുതരാൻ തയ്യാറാണ്, 1 മീറ്റർ വീതിയിൽ വിട്ടുതരാൻ തയ്യാറാണെന്നാണ് പള്ളിക്കാർ പറഞ്ഞത്. പള്ളിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് മൊത്തം ബാക്കിയെടുക്കുന്ന സ്ഥലത്തിന് എന്താണ് ഗവൺമെൻറ് വില റേറ്റ് വെച്ചാൽ ആ റേറ്റ് തരികയാണെങ്കിൽ സ്ഥലം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നഗരസഭയ്ക്ക് ഇത്രയും സ്ഥലങ്ങൾ 10-20 സെൻറ്റ് സ്ഥലം എടുക്കേണ്ടി വരും. 20 സെൻറ്റ് സ്ഥലം എടുക്കുമ്പോൾ തന്നെ 1 കോടി രൂപയുടെ പദ്ധതിയാണ്. അപ്പോൾ ഇത് സ്വപ്നം ഈ സാക്ഷാത്കരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ കാട്ടിലങ്ങാടിയുടെ ഈ പാർലിക്കാട് മുതൽ ഇതിൻ്റെ ആരംഭം പാർലിക്കാട് കുറാഞ്ചേരി പഴയ ഗേറ്റിൻ്റെ അപ്പുറത്തുനിന്ന് കുറാഞ്ചേരിയും പഴയ പുതിരുത്തി ഭാഗത്തുനിന്ന് വരുന്നവർക്കൊക്കെ തന്നെ പാർലിക്കാട്ടിൽ വടക്കാഞ്ചേരിയിലേക്ക് വളരെ എളുപ്പത്തിൽ തടസ്സങ്ങളില്ലാതെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാക്കി മാറ്റാൻ ഇത് കഴിയും. ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇത് ശ്രമം നടത്തുകയാണ്. പള്ളിയുടെ കമ്മിറ്റിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് എത്രയും വേഗത്തിൽ എടുക്കാനുള്ള സാഹചര്യം കിട്ടിയാൽ ഒരു വലിയൊരു ആവശ്യം കുറാഞ്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് വരുന്ന ആ ട്രാഫിക് ക്ലേശങ്ങളൊക്കെ മാറ്റി ഈ റോഡിലൂടെ വരുമ്പോൾ മാറ്റാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് അതിന് ഏറ്റവും വരും കാലങ്ങളിൽ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ ബൈപ്പാസ് നമുക്ക് കാണാൻ കഴിയുക. ഈ ബൈപ്പാസ് റോഡ് വരുമ്പോൾ ആളുകളുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ആളുകൾ 101% താല്പര്യമല്ലേ, വളരെ താല്പര്യപൂർവ്വം. ഈ സ്ഥലം എങ്ങനെയും എടുത്തിട്ട് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഇത് വഴിയുടെ ഇവിടുത്തെ ഈ വീടുകളൊക്കെ പിന്നെ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗം റെയിൽവേ 30 മീറ്റർ വീടെന്ന് പറയുമ്പോൾ അവിടെയുള്ളവർക്കൊന്നും വീട് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് ഫേസ് തിരിക്കുകയാണെങ്കിൽ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ പാവപ്പെട്ട ഒരു വീടാണ് നമുക്ക് പോകാൻ സാധ്യതയുള്ളത്. ഒരു പഴയ ആശാരിയുടെ വീടാണ്. ആ വീടിൻ്റെ ഉടമ തന്നെ എനിക്കൊരു വീട് പണിത് തരാണെങ്കിൽ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ജനങ്ങൾ 101% സഹകരണമുള്ള ഒരു മനോഭാവമുള്ള ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തടസ്സങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ഷമീർ. ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പരിസരത്ത് തന്നെ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഈ കഴിഞ്ഞ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അസാദൊക്കെ കൗൺസിലർ ആയതിനു ശേഷം ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ആൾ. മുൻപുള്ള 5 വർഷം 10 വർഷം അതിനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ആൾ മുൻപും ഇതുപോലെ കൗൺസിലർ മെമ്പറായിരുന്ന സമയത്തും പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്തൊക്കെ വടക്കാഞ്ചേരി ഈ വാർഡുകൾക്ക് ആ വാർഡിനൊക്കെ നല്ല ഉപകാരം, നല്ല രീതിയിൽ മെച്ചപ്പെട്ട പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആൾ പരമാവധി ചെയ്യാൻ കഴിയുന്നതിലേറെ ആൾ ചെയ്യുന്നുണ്ട്, ഇനിയും പരിശ്രമിക്കുന്നുണ്ട്, ഇനിയും ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട്. ഇനി ഇവിടുന്ന് ഈ അവിടുന്ന് കുറച്ച് റോഡ് മാത്രം, അവിടുന്ന് ഒരു 400 മീറ്റർ റോഡും കൂടി ക്ലിയർ ചെയ്യാണ്ട്, പിന്നെ ചെറുകിട റോഡുകൾ ചിലതൊക്കെ ചെയ്യാണ്ട്, അതൊക്കെ ആൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആൾ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യുന്നുള്ളത് തന്നെയാണ് വിശ്വാസം.
വടക്കാഞ്ചേരി അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്നും സഹകരണ സംഘം രജിസ്റ്റർ അവറുകളുടെ 18/24 സർക്കുലർ നിർദ്ദേശപ്രകാരം വായ്പാ കുടിശ്ശിക ആയവരിൽ ആർബിക്ഷൻ, എക്സിക്യൂഷൻ കേസുകൾ ആയ വായ്പകൾക്ക് സർക്കുലറിന് വിധേയമായി പലിശ ഇളവുകൾ നൽകി വായ്പ പലിശയടച്ച് പുതുക്കുന്നതിനും ഒറ്റത്തവണ അടച്ചു തീർക്കുന്നതിനും അവസരം ആയതിന്റെ ഭാഗമായി സംഘത്തിൽ 9/7/2024 ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് സംഘത്തിൽ വെച്ച് അദാലത്ത് നടത്തുന്നു. എല്ലാ മാന്യ ഇടപാടുകാരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. MRS കോളേജിലേക്കുള്ള വഴികളാണ് ഇത്. ഇനി വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം നടപടികളാണ് നമ്മൾ സ്വീകരിക്കാനുള്ളത്? നഗരസഭയിലേക്ക് ഞാൻ എൻ്റെ കൗൺസിലർ എന്ന നിലയ്ക്ക് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു റോഡായതുകൊണ്ട് ഇതിന് താല്പര്യം എടുത്തിട്ടുണ്ട്. പക്ഷേ ജനസഞ്ചാരം ഇവിടുത്തെ സ്ഥിരമായി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗം വരയ്ക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ പദ്ധതിയിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി ഇത് മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ കനിയണം. സർക്കാർ കനിയണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പട്ടികജാതി വികസന കോർപ്പറേഷൻ്റെ ഭാഗത്ത് കനിയണം. അല്ലെങ്കിൽ MLAക്ക് കിട്ടുന്ന ആസ്തി ഫണ്ടിൽ നിന്ന് MLA എന്തെങ്കിലും സഹായങ്ങൾ ഇതിൽ ചെയ്താൽ 5 ലക്ഷം 10 ലക്ഷം കിട്ടും. 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ 10 ലക്ഷം കൊണ്ടൊന്നും ആവില്ല. ഒരു 50-75 ലക്ഷം രൂപയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള എസ്റ്റിമേറ്റ് പ്രകാരം അത് കിട്ടണം. പാർലമെൻറ്റ് മെമ്പറോട് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. പാർലമെൻറ്റ് മെമ്പർക്കും തരാൻ കഴിയുന്ന സ്ഥിതിയിൽ ഇനി പുതിയ ആളുകൾ വന്നതിന് ശേഷം നടക്കുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് മെമ്പർ ജയിച്ചു വരുന്ന മെമ്പർ അവർ തരണം. അല്ലെങ്കിൽ നിലവിലുള്ള MLA അതിനനുസരിച്ച് തരണം. മുനിസിപ്പാലിറ്റിയിൽ ഒരു കാരണവശാലും ഈ റോഡ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പ്രാക്ടിക്കലായിട്ട് തന്നെ പറയുന്നത് അതിന് തടസ്സങ്ങൾ ആകെ കിട്ടുന്ന 6 ലക്ഷം അല്ലേ, 6-7 കിട്ടുന്ന ഒരു കൊല്ലം കാത്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തുടർ പദ്ധതിയായിട്ട് ഒരു വലിയൊരു പദ്ധതി പ്രോജക്റ്റാക്കി കൊണ്ടുപോയി കലക്ടർക്കൊക്കെ ഇതിനെ അറിയിപ്പ് കൊടുത്ത് കലക്ടർക്ക് എസ്റ്റിമേറ്റ് ആയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നടപടി ജഡ്ജ് അവർ ഇതിൻ്റെ ആളുകളൊക്കെ വന്ന് പല പരിശോധനകളും നടത്തിപ്പോയിട്ട് ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ആവശ്യമാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഫണ്ട് അനുവദിക്കണ്ടേ? ഫണ്ട് അനുവദിക്കാതെ ഇതിൻ്റെ ദുരിതമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഫണ്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു അടിയന്തര പ്രാധാന്യമുള്ള റോഡ് തന്നെയാണ് കടലങ്കണ്ടി. നേരത്തെ പറഞ്ഞ കടലങ്കണ്ടി റോഡിനെ ലിങ്ക് ചെയ്ത് പുതിയ ബൈപ്പാസ് റോഡിനെ കൂടി വരുന്നതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു റോഡാണ്. ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിവിടെ സദക്കിപ്പോൾ കൗൺസിലറായ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. മുമ്പ് ഞങ്ങൾക്ക് ഈ വഴി കൂടെ യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടക്കുമ്പോൾ തന്നെ കുഴിയിലൊക്കെ വീണിട്ട് കുട്ടികൾ വീണ അപകടങ്ങൾ പറ്റി, പിന്നെ 2 വീലേഴ്സിനും ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് റോഡൊക്കെ കുറച്ച് നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചും കൂടി നന്നാക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫണ്ടില്ല എന്നാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറയണത്. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി കിട്ടുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒരുപാട് പേര് ഈ വഴിക്ക് പോകുന്നുണ്ട്. അതുപോലെ ഗർഭിണികളായവർക്കൊന്നും ഈ വഴി കൂടെ ഇപ്പോൾ വണ്ടികളൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ലൈഫ് മിഷൻ പദ്ധതി ഈ ഡിവിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് 8ാം വാർഡിലെ ഡിവിഷൻ കൗൺസിലർ പ്രതീക്ഷിക്കാതെ വന്നിട്ടൊരു പരിപാടിയാണ്, ഒരു പദ്ധതിയാണ്. ആരും തന്നെ അറിയാതെ ഒരു സ്വപ്ന ലോകത്ത് പൊട്ടി വീണ മാതിരിയാണ് ലൈഫ് പദ്ധതിക്ക് ഇവിടെ സ്ഥലം എടുക്കലും. സ്ഥലം എടുത്തിട്ട് പദ്ധതി ആരംഭിച്ച് വിവാദമായപ്പോഴാണ് ഇതിൻ്റെ വിഷയങ്ങൾ തന്നെ കൗൺസിലർ നിലയ്ക്കും മറ്റു ആളുകളൊക്കെ ജനങ്ങൾ തന്നെ അറിയാൻ കഴിയുന്നത്. ഇത് 144 വീടുകൾക്കുള്ള ഒരു പദ്ധതിയായിട്ടാണ് സംസ്ഥാന തലത്തിൽ കൊണ്ടുവന്നതെങ്കിലും ഈ പ്രദേശത്തെ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയത്തില്ല. അങ്ങനെയാകുമ്പോൾ ഈ ഡിവിഷനിലുള്ള ആർക്കും പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ, സ്ഥലമില്ലാത്ത കുടുംബങ്ങൾ ഈ ഡിവിഷനിൽ മാത്രമുണ്ട്. 154 വീട്ടിൽ എല്ലാവർക്കും കൊടുക്കില്ല, ലിസ്റ്റായിട്ടില്ല എന്ന് പറയുന്നു. പകുതി പണിയായിട്ടില്ല, പൂർത്തിയാകാതെ കിടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ തന്നെ ഈ വിഷയത്തിലുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതകളാണ്. അതുമായി ബന്ധപ്പെട്ട കേസും സ്വപ്ന സുരേഷും ഇവരൊക്കെ ശിവശങ്കർ ഉൾപ്പെട്ട കേസുകളൊക്കെ തന്നെ ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ പിറകുവശത്ത് നടക്കുന്ന ഒരു അന്തർനാടകമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഇത് എന്തിനാ ലൈഫിൻ്റെ ഇതിപ്പോൾ കാണുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ തന്നെ കാണുന്ന ലൈഫിലേക്ക് പോണ റോഡ് പോലും ഇല്ല. ഇത് ഭൂമി ബലമില്ലാത്ത ഒരു ഭൂമിയിൽ പോയി ഒരു ഫ്ലാറ്റ് നിർമ്മിച്ച് ഒരു 20 കോടി രൂപ ചെലവ് ചെയ്ത് 5 കോടി രൂപ പണി നടത്തി 20 ബാക്കിയുള്ളതൊക്കെ വെട്ടിപ്പ് നടത്തിയ ഒരു ലൈഫാണത്. ജനങ്ങൾക്ക് ഗുണകരമാവുന്ന ഒരു ലൈഫാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാമായിരുന്നു. ഇവിടുത്തെ ആളുകൾക്ക് ഈ കൗൺസിലർ എന്ന നിലയ്ക്ക് ഇതിനെ ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കണം.
പക്ഷേ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടേ കൊടുക്കാൻ കഴിയുള്ളൂ. ഈ ലൈഫ് ഫ്ലാറ്റിൽ ആർക്കും സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയും ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഫൗണ്ടേഷനില്ല, ഇവിടെ പണിക്കാരുള്ള സ്ഥലം. ഈ പ്രദേശത്തെ ഒരുപാട് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ അല്ലെങ്കിലും പണിയെടുത്ത് 40 വർഷം 50 വർഷം പഴക്കമുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന പ്രദേശം. അവർക്കൊക്കെ ഈ പണിയെക്കുറിച്ച് അറിയാം. ലൂസ് മണ്ണാ. ഫൗണ്ടേഷൻ ഉറപ്പുവരുത്തി, ഭദ്രത സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ എന്നിട്ട് മാത്രമേ നമുക്ക് ഇവിടുത്തെ ഫ്ലാറ്റിൽ ആളുകളെ ഇരുത്താൻ തന്നെ കഴിയുള്ളൂ. അതിന് എത്ര കാലം ആവും, എന്ത് കാലതാമസം വരുമെന്നൊന്നും നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും കോടതി ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായിട്ട് എത്ര കാലതാമസം. ഞങ്ങൾക്ക് മുൻപ് ഫ്ലൈറ്റ് ഉടനടി പൂർത്തിയാക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടാനുള്ളത്. ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് ബന്ധപ്പെട്ട ആളുകളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനിയും പോരായ്മകളുണ്ട്. കാരണം ഈ ഡിവിഷനിൽ 21 റോഡുകളാണ് എൻ്റെ കണക്കിലുള്ളത്, നഗരസഭയുടെ ലിസ്റ്റിലുമുള്ളത്. ആ 21 റോഡുകൾക്ക് തന്നെ ഇനിയൊരു 2 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കിട്ടുന്നതാണ് ഇനിയൊരു വർഷമാണ്, പിന്നീടാൻ പോകുന്ന വർഷമാണുള്ളത്. ഒരു വർഷത്തിൽ 6 ലക്ഷമാണ് കിട്ടുന്നത്. അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ട് ലക്ഷം വീട് കോളനിയിലേക്കുള്ള റോഡിൽ ഇൻ്റർലോക്ക് ചെയ്യുന്നതിനും വാട്ടർ ടാങ്ക് റോഡ് ഇൻ്റർലോക്ക് ചെയ്യുന്നതിനും ശിവൻമണി ചരപ്പറമ്പ് റോഡിനാണ് ഈ വർഷത്തെ 2025-26 പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, റോഡുകൾ മാത്രമല്ല, കുടിവെള്ളം എൻ്റെ കാലഘട്ടത്തിൽ 88 സ്കീമിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് റെയിൽവേ കോളനിയിലെ കുടിവെള്ള പദ്ധതി. അതിനൊരു സ്ത്രീശക്തി കുടിവെള്ള പദ്ധതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും വെള്ളം കിട്ടുന്നുണ്ട്. രൂക്ഷമായ വെള്ളക്ഷാമത്തെ ആ സമയത്ത് മാത്രമാണ് കുറച്ച് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്. ഏതായാലും ആ പൂർത്തീകരണത്തിന് അതിൻ്റെ 2ാം ഘട്ടം വടക്കാഞ്ചേരിയുടെ MLA ആയിരുന്ന ശ്രീ അനിൽ അക്കര അനുവദിക്കപ്പെട്ട 1 കോടി രൂപയുടെ നിർമ്മിതി കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടികജാതി കോളനിയുടെ വികസനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പദ്ധതിയിലും കുടിവെള്ള പദ്ധതിക്ക് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി തന്നെ സാമ്പത്തിക മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ സോളാർ സംവിധാനം ചെയ്തിട്ടുണ്ട്. വീടുകളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡുകൾ അതിൻ്റെ ഒരു ഭാഗമായി ചെറിയ ഒരു എമൗണ്ട് ആ റോഡിലേക്ക് വേണ്ടി മാറ്റി. അത് പൂർത്തിയാക്കുന്ന റോഡുകളുടെ മെയിൻ്റനൻസ് ഒക്കെ പൂർത്തിയായാലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ കുടിവെള്ളം കുടിച്ചപ്പോൾ വെള്ളം ലഭ്യമല്ല എന്നതുകൊണ്ട് അവിടെ പുതിയൊരു സംവിധാനം, പുതിയ കുടിവെള്ള പദ്ധതിക്ക് ആവിഷ്കരിക്കാൻ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ റോഡുകളിലേക്ക് മുഖ്യത്വം കൊടുക്കുന്നതിനേക്കാൾ പുറമെ ഏറ്റവും അനിവാര്യമായ റെയിൽവേ സ്റ്റേഷനെയും റെയിൽവേ കോളനിയെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ്. കാരണം ജനങ്ങൾ കടക്കുന്ന റെയിൽ ക്രോസ് ചെയ്തിട്ടാണ്. പണ്ട് റെയിൽവേ ഗേറ്റിൽ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടെയാണ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വരുന്ന അപകടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അതിനൊരു അനുവാദം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ 2 വർഷമായി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റെയിൽവേ പറയുന്നത് ഒന്നുകിൽ നഗരസഭ ഫണ്ട് കെട്ടണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് എത്ര രൂപ ചെലവ് വരുന്നോ അത്രയും സംഖ്യ കെട്ടുകയാണെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് പൂർത്തിയാക്കാൻ തയ്യാറാണ് എന്നാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പാർലമെൻറ്റ് മെമ്പർ ശ്രീമതി കുമാരി രമ്യ ഹരിദാസ് വഴിക്ക് നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ കിട്ടിയ മറുപടി. ഡിവിഷണൽ ജനറൽ മാനേജർ റെയിൽവേ വന്നപ്പോൾ അവിടെയും അദ്ദേഹം പറഞ്ഞ അഭിപ്രായം. അപ്പോൾ ആ ഒരു വലിയൊരു കാര്യമാണ്. സാധാരണ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പിഞ്ചു മക്കളാണ്, ജോലിക്ക് പോകുന്ന ആളൊക്കെ തന്നെ റെയിൽവേ ക്രോസ് ചെയ്ത് പോകണം. അത് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ വികസന രംഗത്ത് ഇനിയും ഒരുപാട് സാമ്പത്തികം കിട്ടേണ്ടതുണ്ട്. ബൈപ്പാസ് റോഡ്, റെയിൽവേ കോളനി MRS റോഡ് എന്ന് പറയുന്നത് പത്താങ്കലിൽ നിന്നും റെയിൽവേ കോളനിയിലേക്ക് എത്തിച്ച MRS റോഡ്, പണ്ടില്ലാത്ത റോഡ് 3 കോടി രൂപ ചെലവ് ചെയ്താണ് ആ റോഡ് ഉണ്ടാക്കിയത്. അതിപ്പോൾ ആകെ കുണ്ടുകുഴിയുമായി കിടക്കുന്ന ഒരു ഭാഗം മാത്രമാണ് നമുക്ക് അതിനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അത് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തിക പ്രയാസങ്ങളാണ്. ആ സാമ്പത്തിക പ്രയാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ MRSന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരുപാട് ആവശ്യപ്പെട്ടിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടായിട്ടില്ല. കാരണം നഗരസഭയായതുകൊണ്ട് നഗരസഭയ്ക്ക് കിട്ടുന്ന ഫണ്ട് മാത്രമാണ് നമുക്കിതിലേക്ക് വിനിയോഗിക്കാൻ കഴിയുക. പക്ഷേ പഞ്ചായത്തായിരുന്നെങ്കിൽ, ത്രിതല സംവിധാനത്തിലെ പഞ്ചായത്തായിരുന്നെങ്കിൽ, ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ മറ്റ് അതർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുമായിരുന്ന സംഖ്യ പോലും നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബൈപ്പാസ് റോഡ്, നേരത്തെ സൂചിപ്പിച്ച പത്താങ്കല്ല് പാലക്കാട് MRS റോഡിൻ്റെ പൂർത്തീകരണത്തിന് വടക്കാഞ്ചേരി പള്ളിയുടെ വക സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തിയാക്കിയാൽ വളരെ നല്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അങ്ങനെ ഈ റോഡിൻ്റെ കാര്യം, ബൈപ്പാസ് റോഡിൻ്റെ കാര്യത്തിലും ഈ റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. ഇനി പൂർത്തിയാക്കാത്ത റോഡുകളെ ഒരു പരിധി വരെ ഈ വർഷം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ബാക്കിയുള്ളത് തുടർ പദ്ധതികളായി നമുക്ക് വെച്ച് സാമ്പത്തിക ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
വടക്കാഞ്ചേരി അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്നും സഹകരണ സംഘം രജിസ്റ്റർ അവറുകളുടെ 18/24 സർക്കുലർ നിർദ്ദേശപ്രകാരം വായ്പാ കുടിശ്ശിക ആയവരിൽ ആർബിക്ഷൻ എക്സിക്യൂഷൻ കേസുകൾ ആയ വായ്പകൾക്ക് സർക്കുലറിന് വിധേയമായി പലിശ ഇളവുകൾ നൽകി വായ്പ പലിശയടച്ച് പുതുക്കുന്നതിനും ഒറ്റത്തവണ അടച്ചു തീർക്കുന്നതിനും അവസരം ആയതിന്റെ ഭാഗമായി സംഘത്തിൽ 9/7/2024 ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് സംഘത്തിൽ വെച്ച് അദാലത്ത് നടത്തുന്നു. എല്ലാ മാന്യ ഇടപാടുകാരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക.